Morning all. Good morning, ma'am. Morning, ma'am. Good morning, ma'am. നമ്മള് സ്പിനേജ് വേസ്റ്റ് ആണ് ഒരു ലീവാണ്, അതുകൊണ്ടാണ് നനയ്ക്കേണ്ടത് നമുക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ, നമ്മള് കെമിക്കൽസ് വില്ലേജ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. വായിച്ചു നോക്കിയായിരുന്നോ? സമയം കണ്ടെത്തി വായിച്ചു നോക്കാൻ പറഞ്ഞായിരുന്നു. വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങൾ? എല്ലാവരും തിരക്കിലാണല്ലേ. വിഷു, ഈസ്റ്റർ എല്ലാത്തിന്റെയും കൂടി ഒരു തിരക്കൊക്കെ ഉണ്ട്. എങ്കിലും ചെറിയ സമയം നീക്കി വെക്കുക. അപ്പൊ എന്താ പറയുക, എവിടെ തന്നെ വായിച്ചങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും മാർക്ക് ചെയ്തിട്ട് പോകാനൊക്കെ എളുപ്പമാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള സ്പിലേജിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ആദ്യം തുടങ്ങി ഒന്നും പറയാമോ? എന്തെങ്കിലും മെസ്സേജ് അയക്കാമോ? നിങ്ങൾ എതുവരെയാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങൾ ഓർമ്മയിലേക്ക് പുതുക്കാനായിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ച് എന്തൊക്കെ സ്പിലേജ് വേസ്റ്റ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്, എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയിരിക്കുന്നത്? വില്ലേജ് വേസ്റ്റ് പഠിച്ചു. പിന്നെ കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് പഠിച്ചു. ഷാർപ്സ് വില്ലേജ് വേസ്റ്റ് പഠിച്ചു. അങ്ങനെ പേരെങ്കിലും ഓർമ്മയിലേക്ക് വരുമല്ലോ. പിന്നെ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പിലേജ് വേസ്റ്റ് അല്ലെ. അങ്ങനെ അത്രയും സ്പിലേജ് വേസ്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ള ധാരണകൾ, എന്താണ് അത് വരുമ്പോൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിനുവേണ്ടി മുന്നോടിയായിട്ട് എടുക്കേണ്ടത്, ഏത് നമ്മളെ ശരിക്കും അതില് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു വേർതിരിച്ച് കാണാവുന്ന ഒരു മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അമിത മാറ്റേഴ്സ് ചിലപ്പോൾ എന്താണ് ഐസൊലേറ്റ് ഏരിയ ആക്കിയൊക്കെ മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് ക്ലീൻ ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കാം. ചില അല്ലെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ആരും അവിടേക്ക് പ്രവേശിക്കരുത് എന്നുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതൊക്കെ വരും. പിന്നെ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കള് അത് എങ്ങനെയാ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യണം, അത് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കണം. അത് ബയോ ഹസാർഡ് വേസ്റ്റ്, ഡേഞ്ചറസ് വേസ്റ്റ് അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് തന്നെ ലേബൽ ചെയ്തിരിക്കുന്നതിൽ തന്നെ നിക്ഷേപിക്കണം. മാത്രമല്ല ചില സ്പിലേജ് വേസ്റ്റില് ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ നമ്മള് വ്യത്യസ്ത തരത്തിലുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കും. അതിന്റെ പേരുകളൊക്കെ ജസ്റ്റ് ഓരോന്നിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അല്ലെ. അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള സ്പിലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് സ്പിലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സ്പിലേജ് വേസ്റ്റ് സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ റേഡിയേഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഇത് ഓൺകോളജി വിഭാഗം. ഓൺകോളജി വിഭാഗത്തില് നമുക്കറിയാം ഏത് പേഷ്യൻസ് ആണ് മെയിൻ ആയിട്ട് അവിടെ ഉള്ളത്? മെയിൻ ആയിട്ടല്ല, ഏത് പേഷ്യൻസ് ആണ് അവിടെ ഉള്ളത്? ക്യാൻസറുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് അല്ലെ. ഓൺകോളജി വിഭാഗത്തില് ക്യാൻസറുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് ആണ് ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ അല്ലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ അവിടെയും നമുക്കറിയാം അവിടുത്തെ സ്പില്ല് അല്ലെ ചെറിയ രീതിയിലുള്ള ആ ഒരു സ്പില്ലേജ് സംഭവിച്ച റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇതിന്റെയൊക്കെ സ്പില്ലേജ് സംഭവിച്ചാൽ നമുക്കറിയാം അതിൽ ആൽഫ ബീറ്റ ഗാമ കിരണങ്ങളൊക്കെ അല്ലെ അത് ശരീരത്തിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ പ്രവേശിക്കാനായിട്ട് സാധ്യത. ഇൻ കേസ്
നമുക്കറിയാം ഈ ഒരു റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ പേഴ്സൺസിന് അല്ലെ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുത്തേക്ക് കുട്ടികളെ വരെ പ്രവേശിക്കും കുറച്ച് നാളത്തേക്കല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും അവരെ സന്ദർശകരായിട്ടൊന്നും അനുവദിക്കില്ല. കാരണം ചാൻസ് ഉണ്ട് അല്ലെ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ അസുഖങ്ങൾ അല്ലെ ഇതിന്റെ കിരണങ്ങളെല്ലാം അവരിലേക്കൊക്കെ പ്രവേശിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ എല്ലാവരും ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കരുതലായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ അത് തന്നെയാണ് സ്പില്ലേജ്. ഇൻ കേസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സ്പില്ലേജ് സംഭവിക്കാന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയറൺമെന്റ്. സ്റ്റെപ്പ് ടു ടേക്കൺ ഫോർ മാനേജിങ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. അതായത് അത് വളരെ ഹ്യൂമന്റെ ഹെൽത്തിനെ അല്ലെ, മനുഷ്യന്റെ നമുക്കറിയാം അവിടെ പേഷ്യൻസ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫിന്റെ ആണെങ്കിലും ആരോഗ്യത്തെ അത് ഡേഞ്ചറസ് ആയിട്ട് അപകടകരമായ രീതിയിൽ തന്നെ വ്യാപരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് പ്രത്യേകമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഈ വേസ്റ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താണ് ചെയ്യുന്നത്, എവക്യുവേറ്റ് ദ ഏരിയ. അതായത് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുക അല്ലെ. ആ പേഷ്യൻസിനെ ആണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും ആ ഒരു ഭാഗത്തിൽ നിന്നും അല്ലെ, അത് സാധ്യതയുണ്ട് അല്ലെ, മറ്റുള്ളവർക്ക് മരണങ്ങൾ നിൽക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു മാറുക. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ, evacuate the area and call emergency services. ആ ഏരിയയിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു മാറ്റുക. ഒപ്പം തന്നെ എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലെ, ഫയർഫോഴ്സ് പോലെയുള്ള സർവീസ് സെന്ററിലേക്ക് എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് തന്നെ ഇൻഫോം ചെയ്യുക, അറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് എല്ലാവരും ചെയ്യുന്ന മാതിരി അല്ലെ, കെമിക്കലിലൊക്കെ നമ്മൾ കണ്ടു. ആദ്യം തന്നെ അറിയിപ്പ് കൊടുത്തിട്ട് പിന്നെ നോട്ട് ചെയ്യണം അല്ലെ, ആ ഏരിയയില് എന്താണ് സംഭവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും അത് അനലൈസ് ചെയ്യണം, പരിശോധിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പേഴ്സൺ തീർച്ചയായിട്ടും എന്താണ് അദ്ദേഹത്തിന് മുൻകരുതലായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഹെൽത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ധരിക്കേണ്ടതായിട്ട് വരും. ഒരു കോമൺ വേർഡ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്താണത്, പ്രിവെൻഷന് വേണ്ടിയിട്ട്. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളെല്ലാം ധരിക്കാം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെ പെടാം? നിങ്ങൾ ഇനി പഠിച്ച കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് ഓരോ പോയിന്റിൽ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു പോകാം, റെസ്പോണ്ട് ചെയ്യുക. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെ പെടാം? ഓക്കെ, ഗ്ലൗസുകൾ പെടും. പിന്നെ എന്താണ് ഗ്ലൗസ്, ഗൂഗിൾസ് അല്ലെ, ഗൂഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണടകൾ അല്ലെ, അതിനെ പറ്റിയ കണ്ണടകള്. ദെൻ റെസ്പിറേറ്റേഴ്സ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്. ഓക്കെ, മാസ്കുകൾ, റെസ്പിറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള മാസ്കുകൾ ഉണ്ട്. പ്രിവെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, മുൻകരുതലിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മാസ്കുകളൊക്കെ തന്നെ ധരിക്കുക. അത് ധരിച്ചിട്ട് വേണം എന്താണ് ഈ പേഴ്സൺസ് ഒക്കെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വിലയിരുത്താനായിട്ട് ശ്രദ്ധിക്കുക പാടുള്ളൂ. Then before going to the spill to avoid a connection with the radioactive material and prevent it. Okay, നമ്മൾ മുൻകരുതലായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളായ ഗ്ലൗസ്, ഓക്കെ, പ്രൊട്ടക്റ്റീവ് വെയറുകൾ നമുക്കറിയാം. ഇതിൽ പെടാവുന്നത് ഗ്ലൗസും ഗൂഗിൾസും റെസ്പിറേറ്റേഴ്സും മാത്രമല്ല, ഗൗണുകൾ അല്ലെ, അതും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം തന്നെ ധരിച്ചിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഇതുണ്ട്, അവിടെ ആരോഗ്യ നോട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഇതിൽ കാണും ചിലപ്പോ. കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ, കണ്ടെയ്ൻ ദ സ്പിൽ ആണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. എന്താണ് നമ്മൾ എല്ലാ പോയിന്റിലും കാണാറുണ്ട് കണ്ടെയ്ൻ ദ സ്പിൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാത്തിലും പറഞ്ഞ പോയിന്റ് ഇങ്ങനെയല്ലേ? ഓക്കെ, ഫസ്റ്റ് തന്നെ എവക്യുവേറ്റ് ദ ഏരിയ, സെക്കൻഡ് പോയിന്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക, തേർഡ് പോയിന്റ് കണ്ടെയ്ൻ ദ സ്പിൽ. എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ? നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് പ്രധാനമായിട്ടും കണ്ടെയ്ൻ ദ സ്പിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലേബലിന്റെ ബയോസർവേസിലൊക്കെ നമ്മൾ നിക്ഷേപിക്കണം. ആദ്യം തന്നെ എന്ത് ചെയ്യണം, അത് അബ്സോർബ് ചെയ്യുന്ന പാഡുകൾ അല്ലെ, അവിടെ എന്താണോ വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് അവിടെ ഉപയോഗിക്കും അല്ലെ. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് സാൻഡ് ഓർ അബ്സോർബന്റ് പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. നമ്മൾ അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പാഡുകൾ ഉപയോഗിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ടൈമുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്പ്രെഡ് ചെയ്യാനായിട്ട് പ്രിവെന്റ് സ്പ്രെഡ് ചെയ്യരുതെന്ന മുൻകരുതലോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ.
നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് പാക്ക് ദ മെറ്റീരിയൽ ഇൻ എ ലേബൽഡ് റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബാഗ് ആൻഡ് എന്താണ് ഡിസ്കാർഡ് ഡിസ്പോസൽ. അതായത് നമ്മള് പ്രത്യേകം തന്നെ ലേബൽ ചെയ്ത റേഡിയോആക്റ്റീവ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന അതേ കോണ്ടെയ്നേഴ്സിൽ തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം നിക്ഷേപിക്കണമെന്നുണ്ട്. പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിട്ടപ്പെടുത്തുക അല്ലെ, ആ മെറ്റീരിയൽസ് എല്ലാം തിട്ടപ്പെടുത്തി, അതായത് വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടുപോയി ഇടേണ്ട മെറ്റീരിയൽസ് എല്ലാം തിട്ടപ്പെടുത്തിയിട്ട് കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. എത്തുന്ന റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബാഗ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ആ ഒരു കണ്ടെയ്നേഴ്സിൽ തന്നെ അത് നിക്ഷേപിക്കണം. ഇവിടെ ഓരോ വേസ്റ്റിന്റെ ആ ഒരു ഡിസ്പോസ് ചെയ്യുന്നതിന്റെ ലേബലുകൾ വ്യത്യസ്തമാണ്. നമ്മളിപ്പോ പണ്ട് അല്ലെ നേരത്തെ കണ്ടു ബയോ ഹസാർഡ് വേസ്റ്റ് ലേബൽ ചെയ്തത് കണ്ടു, ഡേഞ്ചറസ് വേസ്റ്റ് അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ലേബൽ ചെയ്തത് കണ്ടു. ഇവിടെ എന്താണ് റേഡിയോആക്റ്റീവ് സ്പില്ലേജുകൾ ഐറ്റംസുകൾ അല്ലെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എവിടെ നിക്ഷേപിക്കണം? എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യാം. റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബാഗ് ഓർ ഡിസ്കാർഡ് ഡിസ്പോസൽ അല്ലെ, അവിടെ പ്രത്യേകം ലേബൽ ചെയ്തിട്ടുണ്ട്. റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബാഗ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിൽ തന്നെ നിക്ഷേപിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ക്ലീൻ ദ സ്പില്ല്. അതും എന്ത് തന്നെയാണ് നമ്മൾ പറയുന്നത്? കണ്ടെയ്ൻ ദ സ്പില്ല് കഴിയുമ്പോഴാണ് ക്ലീൻ അപ്പ് ദ സ്പില്ല് വരാറ് അല്ലെ. ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ എന്താ പറയാറ്? മാനുഫാക്ചേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് ഉള്ള സൊല്യൂഷൻസ് അവരെന്താണോ നിർദ്ദേശിക്കുന്നത്, എത്ര സമയമൊക്കെ ഉപയോഗിച്ച് അണുക്കളെ നഷ്ടപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു അത്രയും സമയം തന്നെ ആ സൊല്യൂഷൻ ഉപയോഗിച്ച് അവിടെ ക്ലീൻ അപ്പ് ചെയ്യണമെന്ന്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂസ് suitable spill kits or adhere to the manufacturer's directives for the proper use of absorbent materials to clean up the spill. Cautious not to spread the radioactive material during cleanup. Okay, point repeated ആണ്. Clean up the spill എന്ന് പറയുമ്പോൾ എല്ലാത്തിലും പറഞ്ഞ മാതിരി മാനുഫാക്ചേഴ്സ് ഇതിലും ഒരു എന്താണ് കിറ്റ് ആണ് കൊടുക്കുന്നത് അല്ലെ, സ്പിൽ കിറ്റ്. അപ്പൊ ആ കിറ്റില് പല ഐറ്റംസ് ഉണ്ടാവും. ആ കിറ്റിൽ പറയുന്ന മാത്രമേ തന്നെ ഓരോരോ ഐറ്റംസ് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എത്ര സമയം എടുത്തൊക്കെയാണ് അത് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മാനുഫാക്ചേഴ്സ് നിർമ്മാതാക്കൾ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ അവിടെ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ് ചെയ്ത് പോറാവുന്നുണ്ടോ? ഇല്ല, ഇത് കാരണം ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ പറ്റും. കാരണം കഴിഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്? ക്ലീൻ ചെയ്യുമ്പോൾ കോഷ്യസ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഓക്കെ, സ്പ്രെഡ് ചെയ്യാൻ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ഒന്നും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ആ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ക്ലീൻ അപ്പ് ചെയ്യാൻ. നെക്സ്റ്റ് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഡിസ്പോസ് ഓഫ് വേസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട പോയിന്റ് ആണ്. എവിടെ നിക്ഷേപിക്കണമെന്നാ പറയുന്നത്? ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇൻ കേസ് ഈ ഒരു മെറ്റീരിയൽസ് മാത്രമല്ല ഏതെങ്കിലും രീതിയിൽ ഫ്ലോർ ക്ലീൻ ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ് ക്ലീൻ ചെയ്യാൻ നമ്മൾ അബ്സോർബന്റ് പാഡുകളൊക്കെ ഉപയോഗിക്കും. ആ പാഡുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിക്ഷേപിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാത്രം തന്നെ എവിടേക്കെങ്കിലും ഇതിന്റെ റേഡിയോആക്റ്റീവ് അല്ലെ, റേഡിയോആക്റ്റീവ് ആയിട്ടുള്ള സ്പില്ലേജുകൾ എവിടെയെങ്കിലും പേപ്പറിലോ ടവലിലോ അല്ലെ എന്തെങ്കിലും തുണികളിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം. എന്ത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നത്? കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. എന്ത് ലേബൽ ചെയ്ത്? ഓക്കെ, റേഡിയോആക്റ്റീവ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. ഓക്കെ, അത്രയും പോയിന്റ് ആണ് ഡിസ്പോസ് ഓഫ് വേസ്റ്റില് വരുന്നത്. അപ്പൊ ഓക്കെ, നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടത്. ഡിസ്പോസ് ഓഫ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ all materials that come into contact with the radioactive materials should be discarded as radioactive waste in labeled bags or containers. വീണ്ടും എന്താണ് ഒരു കാര്യം പറയുന്നത്? ഫോളോ എന്താണ് ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് റേഡിയോആക്റ്റീവ് വേസ്റ്റ്. നമുക്കറിയാം കെമിക്കൽ അല്ലെ, മെർക്കുറി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഹോസ്പിറ്റലിന് അതിൻ്റെതായ നിയമവശങ്ങൾ കൊണ്ട് മാത്രം അത് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ പാടില്ല. നമുക്കറിയാം ചില നിയമങ്ങൾ അല്ലെ, ചിലവരുടെയൊക്കെ അനുമതി കിട്ടിയാൽ മാത്രമാണ് അത് നശിപ്പിച്ച് കളയാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്തിട്ട് എന്താണ് ലോക്കലിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഫെഡറലിന്റെ നിയമ നടപടികൾക്കൊക്കെ വിധേയമായിട്ട് മാത്രമാണ് അത് നശിപ്പിച്ച് കളയാനായിട്ട് പാടുള്ളൂ.
ലാസ്റ്റ് അതിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് എന്താണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്? റിപ്പോർട്ട് ദ സ്കൂൾ. റിപ്പോർട്ട് ദ സ്കൂളിൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ട് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ കൺസേൺഡ് സ്റ്റാഫ് അദ്ദേഹം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയിട്ട് എന്ത് തയ്യാറാക്കണം? ഡോക്യുമെന്റ് റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലെ? അവര് ഇന്ന കാര്യ രീതികൾ ഡോക്യുമെന്റ് ഒക്കെ പേപ്പർ വർക്ക് ഒക്കെ തയ്യാറാക്കണം. ഈ ഒരു പോയിന്റ്സ് നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ ആദ്യം പഠിച്ചു പോയത് കൊണ്ട് തന്നെ പോയിന്റ്സ് റിപ്പീറ്റഡ് ആണ്. ആദ്യം തന്നെ എവാക്യുവേറ്റ് ഏരിയ, പിന്നെന്താണ് പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ധരിക്കണം, പിന്നെന്താണ് നമ്മൾ കണ്ടെയ്നർ സ്പില്ല് അല്ലെ അബ്സോർബന്റ് പാടുകളൊക്കെ ഉപയോഗിക്കണം. എന്താണ് ക്ലീൻ അപ്പ് സ്പില്ല്, നമുക്കറിയാം മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ആ വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബിൻ എന്ന് പറഞ്ഞ അതേ ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താണ് ലാസ്റ്റില് എല്ലാത്തിന്റെയും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് മാത്രമാണ് ഇത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ദ സ്കൂൾ. ജസ്റ്റ് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മിക്കപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ ലേബൽ ഏത് വേസ്റ്റിലാണ്, ഏത് വേസ്റ്റ് ബിന്നിലാണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലെ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ പലതായിരിക്കും. ബയോ ഹസാർഡ് വേസ്റ്റിന് ലേബൽ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റിന് ലേബൽ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ റേഡിയോ അല്ലെ ഇതേമാതിരി റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന് ലേബൽ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ലേബൽ ചെയ്ത ഇതിൽ തന്നെ നിക്ഷേപിക്കാം. അതുമാതിരി തന്നെ ചിലപ്പോ അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു കെമിക്കൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എടുക്കുന്നത് നമുക്കറിയാം. ഏറ്റവും ഫസ്റ്റ് ഇവക്കേറ്റ് ഏരിയ അല്ലെ, ഏറ്റവും ആദ്യം തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ ആയിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻഫോം ചെയ്യേണ്ടവരെ ഇൻഫോം ചെയ്യുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതില് അല്ലെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നാണ്, അത് ഉറപ്പ് വരുത്തണം. ഇതിന്റെയൊക്കെ ഒരു ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴും നമുക്കറിയാം അല്ലെ എല്ലാത്തിന്റെയും ലോക്കലിന്റെയും സ്റ്റേറ്റിന്റെ ഒക്കെ നിയമങ്ങൾ നടപടിക്രമങ്ങൾക്കൊക്കെ വിധേയമായിട്ട് മാത്രമേ ഇത്തരം വസ്തുക്കൾ നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്കറിയാം എല്ലാത്തിലും കുറച്ച് പോയിന്റ് സെയിം ആണ് അല്ലെ, ചില വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് എന്താണെന്നുള്ള അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ ഒരു ഫിഫ്ത്ത് പോയിന്റ് അല്ലേ, 1 2 3 ഇവിടെ ഒരു 4 ഉണ്ട്, 5. ക്ലീൻ അപ്പ് ദ സ്പില്ലാണോ ചോദിച്ചത്? ഡൗട്ട് ചോദിച്ചതോ? ക്ലീൻ അപ്പ് ദ സ്പില്ലാണോ ഡിസ്പോസബിൾ വേസ്റ്റ് ആണോ? ക്ലീൻ അപ്പ് ദ സ്പിൽ. Use a suitable spill kits or adhere to manufacturer's directive for proper use of absorbent material to clean up the. അതായത് സൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ലെ, അത് വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അണുക്കളൊക്കെ അല്ലെ, അതിന്റെ ആ കിരണങ്ങളൊക്കെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന തരത്തില് മാനുഫാക്ചേഴ്സ് അത്തരത്തിലുള്ള വസ്തുക്കള് അവര് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അവരതെങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നുള്ളത് അവരുടെ ആ ഒരു പ്രൊസീജിയേഴ്സിൽ, അതായത് ഡയറക്ഷനിൽ ഉണ്ടാവും. കിറ്റിന്റെ ഉള്ളില് ഇതിന്റെ വസ്തുക്കൾ ഉണ്ടാവും, അത് ഓരോന്നോരോന്നും എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോ അത് അബ്സോർബന്റ് പാഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ അണുക്കൾ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ അഡിഷണൽ എന്ന് പറയുമ്പോൾ അത് വഹിക്കുക എന്നുള്ളതാണ്. മാനുഫാക്ചേഴ്സ് പറയുന്ന ആ കിറ്റിനോടൊപ്പം തന്നെ വഹിക്കുന്ന ഡയറക്ഷൻസ് ഡയറക്റ്റീവ്സുകളും
മനസ്സിലാക്കിയിട്ട് ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്കറിയാം ഓരോന്നും പറയുന്നത്, ഓരോ എക്യുപ്മെന്റുകളും അതിനോടനുബന്ധിച്ച് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയും. ആ പറയുന്ന അനുസരിച്ചിട്ട് പറയുന്ന സമയമൊക്കെ ഉപയോഗിച്ച് അത്രയും സമയമൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെയുള്ള കണങ്ങളെയൊക്കെ അല്ലെ അവരുടെ കിരണങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുക എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റർ സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും പോയിന്റ്? ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. സിക്സ്ത് പോയിന്റ്. ഓക്കെ, സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഡിസ്പോസ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. നമ്മൾ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് എന്താണോ അതിൽ ആ കിറ്റിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഈ ക്ലീൻ ചെയ്തിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ് വേഗം ഏതെങ്കിലുമൊക്കെ വേസ്റ്റ് ബിന്നിലൊന്നും നിക്ഷേപിക്കാൻ പാടില്ല. അത് എങ്ങനെയുള്ള വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം? അവിടെ കൃത്യമായിട്ട് ആ സെന്റൻസിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ എപ്പോഴും പറയിപ്പിക്കുന്നത്. അത് ശ്രദ്ധിച്ച് തന്നെ അറ്റൻഡ് ചെയ്യുക. റേഡിയോആക്റ്റീവ് വേസ്റ്റ് ഇൻ ലേബൽ, അങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നില് ഇത്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ അല്ലെ, ഏത് വസ്തുക്കളാണെങ്കിലും അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം തന്നെ എന്താണ് എല്ലാ വേസ്റ്റ് ബിന്നിലും നിക്ഷേപിക്കരുത്. റേഡിയോആക്റ്റീവ് വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ നിക്ഷേപിക്കുന്ന വസ്തുക്കളെല്ലാം നമുക്കെല്ലാം കൂടി ഹോസ്പിറ്റലുകാർക്ക് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും തീ കൊടുത്ത് നശിപ്പിച്ച് കളയാതെ വിചാരിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് നശിപ്പിച്ച് കളയണമെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് അല്ലെ, അത് എൻവയോൺമെന്റിന്റെ ഒക്കെ പൊല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് കൃത്യമായിട്ടുള്ള അനുമതിക്ക് ശേഷം മാത്രമാണ് നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ. അവര് പറയുന്ന അനുമതിയും അവര് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് പഞ്ചായത്തുകാരുടെയും അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയൊക്കെ അനുമതി പ്രകാരം അവർ പറയുന്ന രീതിയിൽ തന്നെ അതൊക്കെ നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഫോളോ ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് റേഡിയോആക്റ്റീവ് വേസ്റ്റ്. ഓക്കെ, തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചേഴ്സ്. അതായത് നമുക്കറിയാം ലബോറട്ടറികളിലും സ്പില്ലേജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ ലാബിലൊക്കെയാണ് നമുക്കറിയാം ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സങ്കീർണമായിട്ട് തന്നെയുള്ള വേസ്റ്റുകളുടെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം മറ്റതൊക്കെ റയറായിട്ടൊക്കെ ആണെങ്കിലും ഇതിൽ എപ്പോഴും എന്താണ് എല്ലാ സമയത്തും നല്ല ഇനിഷ്യേറ്റീവായിട്ട് തന്നെ മുൻകൈയെടുത്ത് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ലബോറട്ടറി ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ലാബ് ഉപകരണങ്ങൾ, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. എന്താണ് നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ, അഡ്വക്കേറ്റ് ഏരിയ. അതായത് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു സ്പില്ലേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മിക്കവാറും ലാബിലുള്ള എല്ലാവരും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെ. അവര് വർക്ക് ചെയ്യുമ്പോഴും പ്രൊട്ടക്റ്റീവ് വെയർ, ഗ്ലൗസ്, മാസ്ക്, ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ടുള്ള എല്ലാം തന്നെ ധരിക്കാൻ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് മസ്റ്റ് ആയിട്ട് ഇതെല്ലാം പ്രിവെൻഷന് വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് എടുക്കണം. എന്താണ് ഇവിടെ പറയുന്നുണ്ട്, നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ, അഡ്വക്കേറ്റ് ഏരിയ. അതായത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിക്കുക. ദെൻ അവിടെ നിന്ന് എല്ലാവരെയും മാറ്റുക അല്ലെ. വക്കേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കുക. Then cover the spill with the absorbent material drenched in right disinfectant. അതായത് നമ്മള് ഇപ്പൊ എന്തെങ്കിലും അല്ലെ ഒരു ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ ആവുമ്പോൾ ചിലപ്പോ ഒന്ന് താഴേക്ക് ഒന്ന് കുളിപ്പി പോകുകയോ ലീക്ക് ചെയ്യുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുന്ന മാത്രയിൽ എന്താണ്
ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അണുക്കളെ നശിപ്പിച്ച് കളയാൻ വേണ്ടി എന്തെങ്കിലും ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും ഡിസിൻഫെക്ടന്റ് ചെയ്യാനായിട്ട്, അതായത് അണുക്കളെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും സൊല്യൂഷനിൽ മുക്കിയ ടവലോ പാഡുകളോ കൊണ്ടുവന്ന് ആ ഒരു പ്ലേസിൽ അത് വീണ് പോയ ലീക്ക് ഔട്ട് സംഭവിച്ച പ്ലേസിൽ കൊണ്ടുവന്ന് നമ്മൾ എന്താണ് അത് മൂടി വെക്കുക അല്ലെ. നമുക്കറിയാം ആ പ്ലേസിലേക്ക് മാത്രം അത് പതിപ്പിച്ചു വെക്കുക. അങ്ങനെ വരുമ്പോഴെന്താ സംഭവം, കുറച്ച് ആ സൊല്യൂഷനോട് അതങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ അണുക്കള് നഷ്ടമാകും അല്ലെ, നശിച്ചു പോകും. അപ്പൊ അവിടെ പ്രത്യേകമായിട്ട് ഈ ഒരു എന്ത് സൊല്യൂഷൻ ആണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് concentration of 1.0% available chlorine, 80% ethanol അല്ലെ. ഇതെല്ലാം മിക്സ് ചെയ്തിരിക്കുന്ന സൊല്യൂഷനിൽ നമ്മൾ ഏതെങ്കിലും ടവലോ പാഡുകളൊക്കെ മുക്കിയിട്ട് ഈ ഇങ്ങനെ വേസ്റ്റ് പോയിട്ടുള്ള അല്ലെങ്കിൽ സ്പില്ലേജോ ലീക്കോട്ടോ സംഭവിച്ചിരിക്കുന്ന ഏരിയകളിൽ ആ ഒരു ഭാഗത്തേക്ക് പാഡോ ടവലോ ഈ സൊല്യൂഷനിൽ മുക്കി വെച്ച ടവല് ഉപയോഗിച്ച് അവിടെ കുറച്ച് സമയത്തേക്ക് അതായത് അണുക്കൾ നശിച്ചു പോകുന്നവരേക്കും അവിടെ നിക്ഷേപിക്കുക എന്നുള്ളത്, പതിപ്പിച്ചു വെക്കുക എന്നുള്ളത്. നിങ്ങൾ കാണാറില്ലേ അങ്ങനെയൊക്കെ? നമ്മളാണെങ്കിലും അല്ലെ ഡേറ്റോളൊക്കെ ഇട്ട് എന്തെങ്കിലും ടവലൊക്കെ ഇട്ട് എന്താണ് എന്തെങ്കിലും അണുക്കൾ നിറഞ്ഞ ഏരിയ ആണെങ്കിൽ അതങ്ങനെ ചെയ്തു വെക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത് നമുക്കറിയാം. അതിലെ അണുക്കള് ആ സമയം കൊണ്ട് നശിച്ചു പോകാൻ. അവിടെ പ്രത്യേകം വീണ്ടും ആ സമയക്രമം പറയുന്നുണ്ട്. ലീവ് 10-30 minutes ആഫ്റ്റർ പ്യൂറിംഗ് ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ അറൗണ്ട് ദ സ്കിൻ. അതായത് നമ്മൾ ആ ഒരു ഇതിലേക്ക് അല്ലെ നമ്മള് ആ ഒരു അണുക്കളെ നശിച്ചു പോകാൻ വേണ്ടിയുള്ള സമയം ഒരു 10-30 അല്ലെ ഒരു 30 മിനിറ്റോളം ഒക്കെ അരമണിക്കൂറോളം ഒക്കെ ആ ഒരു ടവല് അവിടെ തന്നെ എന്താണ് പതിപ്പിച്ചു വെക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, അവിടുത്തെ അണുക്കളെല്ലാം നശിച്ചു പോകും. Then rub the nearby area using disinfectant solution. അതിനുശേഷം നമ്മൾ എന്താണ് ആ ഒരു ടവലൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം അവിടെ വീണ്ടും തേച്ചരച്ച് അല്ലെ ആ ഭാഗമൊക്കെ അണുക്കൾ വീണ്ടും നമ്മൾക്ക് ഒട്ടും പറ്റിപ്പിടിപ്പിച്ചില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് റബ്ബ് ചെയ്ത് അല്ലെ അണുക്കൾ നശിച്ചു പോകാൻ പറ്റുന്ന തന്നെ സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ എന്തെങ്കിലും റബ്ബ് ചെയ്യാൻ പറ്റുന്ന സാമഗ്രികൾ ഉപയോഗിച്ചിട്ട് തന്നെ തേച്ചരച്ച് അവിടെ അണുവിമുക്തമാക്കുക. Then clean the spillage and disinfectant the solution and shift all polluted material to an appropriate waste container. അതായത് ഇങ്ങനെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മളറിയാം അല്ലെ ടവലോ അല്ലെങ്കിൽ പാഡുകളോ ഉപയോഗിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ അവിടെ തേച്ചരച്ച് കഴുകാനൊക്കെയാണ് പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന അണുക്കൾ നിറഞ്ഞ ആ വസ്തുക്കളെല്ലാം അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കാൻ. എന്താണെന്ന് പ്രത്യേകമായിട്ട് ലാബില് ഏത് തരത്തിലുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ളത്. If the spillage is a huge or include a extremely infectious microorganism, cabinet may need to be decontaminated with the formaldehyde gas by qualified staff before further use is the incident forms. അതായത് നമ്മള് ലാസ്റ്റ് ഇതിലേക്ക് പറയുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ഒക്കെ ചെയ്തു അല്ലെ. അതെങ്ങനെയാ ക്ലിയർ ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലാബ് കോട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് പോയിരിക്കുന്നത്. ദെൻ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ അല്ലെ അതില് രണ്ട് മിക്സുകൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോറിന്റെയും എഥനോളിന്റെയും മിക്സ് എടുത്തിട്ട് അതില് മുക്കി അല്ലെ അതില് മുക്കിയ പാഡോ ടവലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു പ്ലേസിലേക്ക് 10-30 മിനിറ്റ് അല്ലെ ഒരു അരമണിക്കൂറോളം അവിടെ ആ ഒരു ടവലൊക്കെ നിക്ഷേപിക്കുക. പിന്നെ അതിനുശേഷം അത് എടുത്ത് കൃത്യമായിട്ട് തന്നെ അല്ലെ വേസ്റ്റ് കണ്ടെയ്നേഴ്സിൽ തന്നെ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കുക. ആ ഭാഗത്ത് വീണ്ടും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്ത് അല്ലെ നമ്മൾ തേച്ചരച്ച് കഴുകി വൃത്തിയാക്കുക. വീണ്ടും അവിടെ എന്താ പറയുന്നത് ആ ഐറ്റംസും തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് കണ്ടെയ്നേഴ്സിൽ തന്നെ ആ ഐറ്റംസ് ഒക്കെ നിക്ഷേപിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ കേസ് നമുക്കറിയാം ഒരു സ്പ്രെഡ് ചെയ്താൽ എല്ലാ ഭാഗത്തേക്കൊക്കെ എന്തെങ്കിലും ഇൻഫെക്ടിയസ് മൈക്രോ ഓർഗാനിസം പറയുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എന്തെങ്കിലുമൊക്കെ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ ടാബ്ലറ്റ് മൊത്തമായിട്ട് തന്നെ നമുക്ക് അണുക്കൾ നശിപ്പിച്ച് കളയണം അല്ലെ. ആ ഒരു ഏരിയ മൊത്തമായിട്ട് തന്നെ അണുക്കൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ എല്ലാം തന്നെ നമ്മൾ ശുദ്ധീകരിക്കണം. ശരിയല്ലേ? ഒരു ചെറിയ ഭാഗമാണെങ്കിൽ ഓക്കെ, അത് ചിലപ്പോ ആണെങ്കിൽ എല്ലായിടത്തേക്കും വ്യാപിക്കാമെന്ന് ചില ഐറ്റംസുകൾ നമുക്കറിയാം ലാബില് ചിലതെല്ലാം എല്ലായിടത്തേക്കും വ്യാപിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭാഗം ടാബ്ലറ്റ് മൊത്തമായിട്ട് തന്നെ മൊത്തമാക്കണം.
അങ്ങനെ അണുവിമുക്തമാക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് അല്ലെ. ആ ഒരു ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് ഉള്ള വാതകത്തിന്റെ ഒരു പ്രയോഗമാണ്. അത് ക്വാളിഫൈഡ് സ്റ്റാഫ് വന്നായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇൻസിഡന്റ് റിഫോംസ്, അതായത് നമ്മൾ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത്. ഓക്കെ, ഇന്ന നടപടികളൊക്കെ സ്വീകരിച്ചിട്ടാണ് ഇത് ശരിയായ ഇപ്പോഴത്തെ രീതിയിലേക്ക് അല്ലെ നമ്മൾ സാധാരണ യൂസേജിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് വായിച്ചു നോക്കാം. വാതകത്തിന്റെ ഗ്യാസിന്റെ പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തരാം. ഫോർമൽഡിഹൈഡ് അല്ലെ ഗ്യാസ് ഒരു വാതകമാണ്. അവിടെ ഡികണ്ടാമിനേറ്റ് അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാതകം. അത് അത്രയും നോട്ട് ചെയ്യുന്നു വേണ്ട. സൊല്യൂഷൻ ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ എന്നുള്ളതാണ്. പിന്നെ എത്ര പെർസെന്റേജ് എന്നുള്ളതൊന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല. പക്ഷെ ആ സമയം ജസ്റ്റ് ഒന്ന് ഒരു അരമണിക്കൂറോളം നമ്മളത് ഡിസിൻഫെക്ടന്റിന് വേണ്ടിയിട്ട് അവിടെ ആ ഒരു ടർക്കിയോ അല്ലെങ്കിൽ ആ ഒരു പാഡൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളത്. ഹൗ മച്ച് ടൈം യൂസ് എന്നുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 to 30 minutes ടൈമൊക്കെ അവിടെ ആ പാഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അണുക്കൾ നശിച്ചു പോകാൻ വേണ്ടി. ലാബില് ചിലപ്പോഴെങ്കിലും ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിലെ ലാബ് കോട്ടുകൾ എടുത്ത് പറയുന്നുണ്ട് അല്ലെ. കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക് ആണത് ക്ലിയർ ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. ഒപ്പം മാസ്ക് അതൊക്കെ ധരിച്ചിട്ടാണ് അല്ലെ. ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്. ചിലതില് ലാബ് കോട്ട് ലാബിൽ മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ വരുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്യാം. നമുക്ക് ഒരു സ്പില്ലേജ് വേസ്റ്റ് കൂടി ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ള ചാപ്റ്റർ ഏതാണ്? എന്തെങ്കിലും ചാപ്റ്റർ തുടങ്ങാനുണ്ടോ? എല്ലാവരും തുടങ്ങിയോ എല്ലാ ചാപ്റ്റേഴ്സും? റിപ്ലൈയും കിട്ടിയില്ല. അതായത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാം എനിക്ക് ടെർമിനോളജി ലാബ് മൂന്ന് ചാപ്റ്റർ ഉണ്ട്.
ഈ റേറ്റ് എന്താണ്? മെഡിക്കൽ ടെർമിനോളജിയും ലബോറട്ടറി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇത് കഴിഞ്ഞു അല്ലേ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമുക്കറിയാം അല്ലെ? അവിടെ ഫാർമസിയിൽ ഒരുപാട് മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ? അവിടെ ഏതെങ്കിലും രീതിയിലൊക്കെ ഏതെങ്കിലും മെഡിസിൻ ഒക്കെ താഴെ വരുന്ന പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ലീക്കേജ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്ന മാത്രമേ അല്ലെ, അറിയാതെയാണെങ്കിലും സ്ലീക്കേജ് ഒക്കെ സംഭവിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവിടെ വരുന്ന ചില ഇതുകളൊക്കെ നമ്മൾ ഇച്ചിരി ഡേഞ്ചറസ് ആണ് അല്ലെ? ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് അറിയാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി നോക്കാം. steps to the taken for managing a pharmaceuticals village waste ആണ്. അതായത് ഇതിന്റെ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ ഷുഡ് use a suitable personal protective equipment like gloves, goggles, and respirators before going to the spill to prevent contact with the dangerous substances. നമുക്ക് പറയണ്ട അല്ലെ? പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറയണോ ഈ പോയിന്റ്? പോയിന്റ് ഓക്കെ അല്ലേ? പറയേണ്ടതുണ്ടോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് അല്ലെ? ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാരണം എല്ലാ പോയിന്റുകളും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പോരാം അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്ന കാര്യം ഓർത്ത് വെക്കുക. ഗോഗിൾസ്, ഗ്ലൗസ്, റെസ്പിറേറ്റേഴ്സ് അല്ലെ? അത് ശ്വാസത്തിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. then എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ? ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും പറയാം. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് സച്ച് ആസ് സ്പിൽ കിറ്റ്സ് to contain the spill and prevent it from spreading. Put the materials in a labeled hazards bag or container for disposal. അവിടെ hazards bag or container എന്നുള്ളത് നോട്ട് ചെയ്യുക, വരച്ച് പോവുക. അതായത് നമുക്കറിയാം അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് മതിയായ അബ്സോർബർ അല്ലെ? വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകളൊക്കെ ഉപയോഗിക്കാം. അത് പ്രത്യേകമായിട്ട് മാനുഫാക്ചേഴ്സ് സ്പിൽ കിറ്റ് കൊടുക്കാതെ അത് നിർമ്മാതാക്കള് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാവും. ആ സ്പിൽ കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് ആ ടൂൾസുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അവിടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്ത് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം? Put the materials in a labeled. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഏതൊരു സ്പില്ലേജ് വേസ്റ്റിലും ഈ ഹസാർഡ്സ് ഓക്കെ അപകടകരമായ അല്ലെ വേസ്റ്റിന്റെ കണ്ടെയ്നർ ആണെന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം അല്ലെ? അവിടെ ഹസാർഡ്സ് വേസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ഹോസ്പിറ്റലിന് മാത്രം അല്ലെ ഒരു തീരുമാനം എടുത്തിട്ട് കൈകാര്യം ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ? ചിലതിന്റെയൊക്കെ പെർമിഷൻ ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കൂ. Then clean up the spill. Abide by the manufacturer's directives for the correct use of absorbent materials to clean up the spill. അതായത് മാനുഫാക്ചേഴ്സ് നിർമ്മാതാക്കൾ പറയുന്ന കാര്യങ്ങൾ പാലിക്കണം അല്ലെ? അവർ പാലിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് മാത്രമാണ്
ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാവൂ. ബി കോഷ്യസ്. എന്താണ് ബി കോഷ്യസ് എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ് കോഷ്യസ് ആയിരിക്കണം എന്ന് പറയുന്നത്? ഞാൻ ആ പോയിന്റ് പറയാതെ തന്നെ ഓക്കെ സ്പ്രെഡ് ചെയ്യരുത്. ഓക്കെ വേറെ എവിടേക്കൊന്നും ഇത് പോകരുത്, സ്പ്രെഡ് ചെയ്ത് പോകരുതെന്ന് ശ്രദ്ധ. കോഷ്യസ് ആയിട്ട് തന്നെയായിരിക്കും അത് ക്ലീൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ആ വേസ്റ്റുകൾ എവിടെ ഡിസ്പോസ് ചെയ്യണം? ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി. അതാണ് പെട്ടെന്ന് തന്നെ ഓക്കെ. അപ്പൊ ഡിസ്പോസ് ഓഫ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ all materials that comes into contact with the pharmaceutical should be discarded as എവിടെ എന്ത് ലേബർ ചെയ്തിരിക്കുന്ന വേസ്റ്റുകൾ നിക്ഷേപിക്കണം? വേസ്റ്റുകളെല്ലാം അല്ലെ നമ്മളിപ്പോ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു. ഓക്കെ ഹസാർഡ് വേസ്റ്റ് നിക്ഷേപിക്കണം. അതുമാതിരി തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാതെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള നമുക്കറിയാം അവിടെയുള്ള പേപ്പേഴ്സുമേയോ അല്ലെങ്കിൽ ടവലുമേയോ അങ്ങനെ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാം. പക്ഷെ ആ ഏത് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കാവൂ? ഹസാർഡ് വേസ്റ്റിന് ടൈപ്പ് ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കാൻ പാടുള്ളൂ. എന്താണ് ഡിസ്പോസ് ഓഫ് വേസ്റ്റില് വീണ്ടും പറയുന്ന ഒരു പോയിന്റ്? ഫോളോ ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഹസാർഡ് വേസ്റ്റ്. നമുക്കറിയാം ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത് അപകടകരമായ വേസ്റ്റ് ആണ്. ആ വേസ്റ്റിനെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ചില പെർമിഷൻ ഒക്കെ കിട്ടിയിട്ട് മാത്രമാണ് അത് നശിപ്പിച്ച് കളയാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലെ ആരുടെയൊക്കെ പെർമിഷനാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോക്കലിന്റെയും സ്റ്റേറ്റിന്റെയും ഫെഡറലിന്റെയും നിയമ നടപടി പ്രകാരം മാത്രമാണ് അത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ലാസ്റ്റ് സ്റ്റെപ്പ് റിപ്പോർട്ട്. റിപ്പോർട്ട് ദ സ്പിൽ. അതായത് നമ്മൾ എന്താണ് ഇതെല്ലാം എക്സാമിൻ ചെയ്യും അല്ലെ, വെരിഫിക്കേഷൻ ഒക്കെ നടത്തി ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് റിപ്പോർട്ട് തയ്യാറാക്കും. ബിൽ ഷുഡ് ബി intimated to the concerned person for documentation and investigation. അത് ഇനീഷ്യേറ്റീവ് ആയിട്ട് വരുന്ന വ്യക്തി അത് കൈകാര്യം ചെയ്ത് അതിന്റെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പരിശോധനകളൊക്കെ നടത്തി പേപ്പർ വർക്ക് ചെയ്തു വെക്കുന്നതായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതായിരുന്നു. സിമ്പിൾ ആണ് അല്ലെ? ആദ്യം പഠിച്ച ആ ഒരു പോയിന്റ്സുകൾ വന്നപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയി ഇല്ലേ? ടെസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകുക കേട്ടോ. ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോകുക. കാരണം സിമ്പിൾ ആയിട്ടുള്ളത് ആദ്യം ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും ഓരോന്നോരോന്നും പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷെ ഇനി ഇത്തിരി കൂടി കുറച്ചിരി ടഫായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് കുറച്ച് ഈ ഏരിയകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. അതുകൊണ്ട് ഈ ഒരു 3 ഭാഗവും ഇച്ചിരി ശ്രദ്ധയോടുകൂടി പഠിക്കുക. കുറച്ചുകൂടി സമയമുണ്ട് അല്ലെ? അപ്പൊ ഇതും കൂടി എടുത്താലോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ ഇനിയുള്ളത് നമ്മൾക്ക് നെക്സ്റ്റ് ഉള്ളത് നേരത്തെ പറഞ്ഞ മാതിരി ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നമുക്ക് ഏകദേശം ഒരു ഇങ്ങനെയൊക്കെ വേസ്റ്റുകൾ എന്താണെന്നുള്ള രൂപരേഖ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയി അല്ലെ? ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള വേസ്റ്റുകൾ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ആ വേസ്റ്റിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും അത് വന്നാലുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ കണ്ടു അല്ലെ? അപ്പൊ അതിന് മസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഒരു ചെറിയ ട്രെയിനിങ് സ്റ്റാഫുകൾക്കെല്ലാം വേണം അല്ലെ? അവരുടെ വേസ്റ്റ് എപ്പോഴാണെങ്കിലും സംഭവിക്കാം അല്ലെ? അത് എന്താണെന്ന് മുൻകൂട്ടി പറയാനൊന്നും സാധ്യമല്ല അല്ലെ? ഏത് സമയത്താണെങ്കിലും അതൊക്കെ സംഭവിക്കും. There are some important aspects of training and education for village waste management in the hospital. അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങും കാര്യങ്ങൾക്കും അല്ലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് വില്ലേജ് വേസ്റ്റ്.
ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് വേസ്റ്റ് സംഭവിച്ചെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടെന്ന് കേട്ടോ അല്ലെ. ആദ്യം തന്നെ ഇപ്പൊ എന്താണ്, ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അത് എങ്ങനെയാണ്, അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. Proper training should be given to the health workers to identify various types of spillage waste and the related risk and danger. അതായത് നമ്മളിപ്പോ കണ്ടു എത്ര തരത്തിലുള്ള സ്പില്ലേജുകൾ കണ്ടു നമ്മള്. തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകള് ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടു. എടുത്ത് നോക്കണം, ഏഴ് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് അല്ലെ. 7 types of spillage waste നമ്മൾ കണ്ടു. ഇപ്പൊ ഈ 7 ടൈപ്സിൽ ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് കൂടി ഒന്നും പറഞ്ഞേ. ഒന്നുകൂടി ആരെങ്കിലും കേട്ടോ ഓരോന്നോ വരുന്നത് അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴും പറഞ്ഞു അല്ലെ, 3-4 നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു കഴിഞ്ഞ് പറഞ്ഞു. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, ബെർണായി. ഇനി മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ്, മെർക്കുറി. ദെൻ നെക്സ്റ്റ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. ദെൻ എന്താണ്, ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, ഫാർമസി. ഓക്കെ ഓക്കെ, ദെൻ ഇനിയുണ്ടോ, റേഡിയോ ആക്റ്റീവ് പറഞ്ഞു, ഫാർമസ്യൂട്ടിക്കൽ പറഞ്ഞു, ഷാർപ്പ് സ്പില്ലേജ് പറഞ്ഞു, ലബോറട്ടറി. ഓക്കെ, ലബോറട്ടറി സ്പില്ലേജ് വേസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾക്ക് അല്ലെ പൊതുവെ വരുന്ന സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ എല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു അല്ലെ, സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു. ബോഡി ഫ്ലൂയിഡ്, കെമിക്കല്, മെർക്കുറി, റേഡിയോ ആക്റ്റീവ്, ലബോറട്ടറി, ഫാർമസ്യൂട്ടിക്കൽ ഒക്കെ ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ അല്ലെ ഉണ്ട്. then അതില് ഏത് സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. Proper training should be given to the health workers to identify various types of spillage waste. അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് ഏതാണ് അല്ലെ, എന്തിനാണ് കൂടുതൽ ഡേഞ്ചർ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം അപകടകരമായിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റും ബയോമെഡിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ അവിടെയുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. then handling and disposal procedure നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ചില ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യത്യസ്ത കണ്ടെയ്നേഴ്സുകളൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടു അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ചിലതിനൊക്കെ ചില സൊല്യൂഷൻസ് ഉപയോഗിക്കേണ്ട വിധമൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ്, പ്രത്യേകിച്ച് മാനുഫാക്ചേഴ്സ് പറയുന്ന സ്പിൽ കീറ്റുകൾ ഉപയോഗിച്ചിട്ട് അവർ പറയുന്ന ടൈം അത്രയും സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ച് അത്രയും നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് അണുക്കളെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് എന്താണ്, അവിടെയുള്ള ട്രെയിനിങ് അത് അല്ലെ അവർക്ക് കൊടുക്കുക എന്നുള്ളത്, പകർന്നു കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് ഇതില് അടുത്ത പോയിന്റ് പറയുന്നു. ദിസ് കൺസിസ്റ്റ് ഓഫ് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് കണ്ടെയ്ൻമെന്റ് ഓഫ് ദ സ്പിൽ ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അത് എവിടെ ഡിസ്പോസ് ചെയ്യണം, അതിനു മുമ്പ് എന്തൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ഒക്കെ ധരിച്ചിട്ടായിരിക്കണം അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ അവരുടെ ഇടയിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടപടിക്രമങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. എന്താണ് റെസ്പോൺസ് പ്ലാൻ? എന്താണ് റെസ്പോൺസ് പ്ലാനിൽ പറയുന്നത്? ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ എ പ്ലേസ് ഫോർ സ്പില്ലേജ് ഇൻസിഡന്റ്. ഒരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കമ്മിറ്റി പോലെ ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടാക്കുക. കാരണം നമുക്കറിയാം അത് ഡേഞ്ചറസ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണം അല്ലെ. പെട്ടെന്ന് തന്നെ നടപടികൾ എടുക്കണം. ഐസൊലേറ്റ് ഏരിയ ആക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് വന്ന് നോക്കണം, ധരിച്ചിട്ട് വന്ന് നോക്കണം. ദെൻ അവിടെ എന്താണ് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. ഒപ്പം തന്നെ എന്താണ് അറിയിക്കുന്നവരെ അറിയിക്കണം. പേഷ്യൻസിനെയും സ്റ്റാഫിനെയും ഒക്കെ മാറ്റി നിർത്തേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തണം. അങ്ങനെ വ്യത്യസ്ത നടപടികളൊക്കെ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒരു റെസ്പോൺസ് പ്ലാൻ അവിടെ എത്രയും പെട്ടെന്ന് രൂപീകരിക്കണം. Hospital must maintain a response plan in place for a spillage incident. Healthcare workers should be given training in the steps of a response plan. That includes who to contact, how to contain the spill, and how to clear and discard the waste. അതായത് അവർക്കെല്ലാം ഹോസ്പിറ്റൽ വർക്കേഴ്സിനൊക്കെ ഒരു പ്രത്യേക ട്രെയിനിങ് ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള നമുക്കറിയാലോ. ചില നേരത്തൊക്കെ
എന്താണ് ഒരു സൈറനൊക്കെ മുഴങ്ങിയിട്ട് ചില മുൻകരുതലുകളൊക്കെ ചില സമയത്തൊക്കെ പറയാം ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ മുന്നിട്ട് തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ അറിയിപ്പുകളൊക്കെ എന്നുവെച്ചാൽ ഇന്ത്യയുടെ നടപടികൾ എന്ന് പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിലും ഒരു അവയർനെസ് അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു അവയർനെസ് ഒക്കെ നേരത്തെ കൊടുക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് എന്താണ് ചെയ്യേണ്ടത് അല്ലെ ആ കൂറ്റു കോണ്ടാക്ട് ആരെ അറിയിക്കണം, ആരെയുമായിട്ട് ബന്ധപ്പെടണം, പിന്നെ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാടുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്, അതെങ്ങനെ ഏതൊക്കെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്യണം, പിന്നെ ഈ വേസ്റ്റുകളെല്ലാം തന്നെ അവിടെ നിക്ഷേപിക്കണം അല്ലെ അത് നശിപ്പിച്ച് കളയുന്ന ഏത് കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ റെസ്പോൺസ് പ്ലാന് തയ്യാറാക്കുമ്പോൾ തന്നെ അവര് മറ്റുള്ളവർക്കും കൂടി പകർന്ന് കൊടുക്കണമെന്ന്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം എന്ത് സംഭവിച്ചാലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിലേ അല്ലേ. അപ്പൊ അവിടെ ഒരു സംഭവം ഒരു വില്ലേജ് വേസ്റ്റിന്റെ ഒരു സംഭവം ഇൻസിഡൻസ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം, മാനേജ്മെന്റ് തലത്തിൽ അറിയിക്കണം അല്ലെ. എല്ലാവർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. Communication is necessary for successful village waste management. Proper training should be given to help the workers to communicate effectively with each other and with the other departments like environmental services to make sure that village waste is properly handled and discarded. നമുക്കറിയാം ഇത് നമ്മുടെയുള്ള വർക്കേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ മാത്രം ബാധിക്കുന്ന സംഭവം അല്ല അല്ലേ, ശരിയല്ലേ? ഈ ഒരു വില്ലേജ് വേസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴ് ഹോസ്പിറ്റൽ വില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ആരെ ബാധിക്കുന്നത്? അവിടെയുള്ള വർക്കേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, പിന്നെ എന്തിനെയൊക്കെ ബാധിക്കും? പേഷ്യൻസിനെ ബാധിക്കുന്നത്, സ്റ്റാഫിനെ ബാധിക്കുന്നത്, പിന്നെയും കൂടി ഒന്നും കൂടിയും ബാധിക്കും. അതെന്തിനെയാണ്? പേഷ്യൻസ് എൻവയൺമെന്റ്. അപ്പൊ എന്താണ് എൻവയൺമെന്റ്? പ്രകൃതിയെ കൂടി ഇതിന്റെ അപകടാവസ്ഥ അല്ലെ ഈ പൊല്യൂഷൻ എല്ലാവരെയും കൂടി ബാധിക്കും. ഓക്കെ, നിങ്ങൾ അതെല്ലാം അല്ലെ ഇതിൽ ശ്രദ്ധ ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. പേഷ്യൻസിനെ സ്റ്റാഫിനെയൊക്കെ ബാധിക്കും. ഒപ്പം തന്നെ എൻവയൺമെന്റിനെ നമ്മുടെ പ്രകൃതിയെ കൂടി ഇത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പ്രോപ്പറായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എല്ലാവരായിട്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ടും. നമുക്കറിയാം effectively with each other and with other departments like the environmental services. അതായത് മറ്റു സർവീസ് അല്ലെ പ്രകൃതി സുരക്ഷാ നടപടികളൊക്കെ എടുക്കേണ്ടത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം. നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടകരമായ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ചില റെഗുലേഷൻസ് അല്ലെ നടപടിക്രമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, അതല്ലെങ്കിൽ അതിന്റെ നിയമവശങ്ങൾക്കൊക്കെ വിധേയമാകേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെയുള്ള സംഭവം സംഭവിച്ചു, എന്താണ് അടുത്ത നടപടികൾ എടുക്കേണ്ടത് അല്ലെ അവരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചു ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഒന്നിച്ചു ഒറ്റക്കെട്ടായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ തലപ്പുരാനൊക്കെ എത്തും. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ അല്ലെ എല്ലാം മുൻപിൽ നിർത്തി തന്നെ അവരെ അല്ലെ പ്രകൃതിക്കൊക്കെ ദോഷകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹസാർഡ് വേസ്റ്റിന്റെ ഒക്കെ കൈകാര്യങ്ങൾ അപകടകരമായി നമുക്കറിയാം പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ വന്നു പെട്ട് കഴിഞ്ഞാൽ അവര് എല്ലാവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്നിച്ച് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. അല്ലെങ്കിൽ കുറെ ഇഷ്യൂസുകളൊക്കെ ഇവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ഹെൽത്ത് വർക്കേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അവിടെയുള്ള എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാത്രമല്ല മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് അതെ എൻവയൺമെന്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അല്ലെ ആശയവിനിമയം നടത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് അവര് കോൺവെർസേഷൻ നടത്തി അല്ലെ ആശയവിനിമയമൊക്കെ നടത്തേണ്ടതാണ്. Then to make sure that village waste is properly handled and discarded. ഇങ്ങനെയുള്ള വേസ്റ്റിനെ നമ്മള് നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തതിൽ ഉറപ്പ് വരുത്തണം. അതിന്റെ വേസ്റ്റുകളൊക്കെ നിക്ഷേപിച്ചേക്കുന്നതും കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഉറപ്പ് വരുത്തേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ് റെക്കോർഡ് കീപ്പിംഗ് ആണ്. Record keeping enough for training given to the health workers in a record keeping procedure for village waste. This consists of a documentation of the spill, the kind of waste, the handle and disposal procedure used, and any follow-up actions taken. അതായത് റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ കണ്ടെയ്നർ എല്ലാത്തിലും അല്ലെ നമ്മളെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് കണ്ടെയ്നർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. അതായത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അല്ലെ അതിന്റെ പരിശോധനകളൊക്കെ നടത്തിയിട്ട് നമ്മൾ ഡോക്യുമെന്റേഷൻ ഒക്കെ തയ്യാറാക്കി വെക്കും
കാരണം ഇത് നമുക്കറിയാം ഇതൊരു എവിഡൻസ് കൂടിയാണ് അല്ലെ. റെക്കോർഡ് കീപ്പിംഗ് ട്രെയിനിങ് given to health workers in record keeping procedure for village waste. Village waste ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് വർക്കേഴ്സ് അത് മസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കീ പേഴ്സൺസിനെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്കില്ല്. അതില് എല്ലാ പേപ്പർ വർക്കുകളും ഉണ്ടാവും അല്ലെ. ഏതൊക്കെ തരത്തിൽ ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ആ വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്തത്, എന്താണ് അതേമാതിരി വേസ്റ്റുകളെല്ലാം എവിടെയാണ് നിക്ഷേപിച്ചത്, അതെങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡോക്ടറിന്റെയും സ്റ്റേറ്റിന്റെ ഒക്കെ ഫോളോ അപ്പ് വേണമെങ്കിൽ അവരുടെയൊക്കെ നിയമ നടപടികൾക്ക് വിധേയമായിട്ടാണ് കൈകാര്യം ചെയ്തേക്കുന്നത്. ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം? ഈ റെക്കോർഡ് കീപ്പിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. Ongoing education എന്ന് പറയുമ്പോൾ village waste management training should be continuous and modernized to reflect the changes in procedures, regulations and best practices. അതായത് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോ കാലഘട്ടങ്ങൾ ഓരോ വർഷം വരുമ്പോഴും പുതിയ പുതിയ നിയമങ്ങളും ചട്ടങ്ങളൊക്കെയാണ് അല്ലെ. ശരിയാണോ? അങ്ങനെയൊക്കെയില്ലേ? അപ്പൊ നമ്മൾ എന്താണ് ഇപ്പോ ഹോസ്പിറ്റലുകാരും ചിലതൊക്കെ ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. മാനേജ്മെന്റ് ഒക്കെ മാനേജ്മെന്റ് ആണെങ്കിലും പുതിയതൊക്കെയാണ്. അപ്പൊ അവരെന്താണ് മസ്റ്റായിട്ടും എന്താണ് പല പല റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. പുതിയ പുതിയ നിയമ നടപടി ചട്ടങ്ങളൊക്കെ അത് കരസ്ഥമാക്കി കൈകാര്യം ചെയ്യണം. നമുക്കറിയാം ഈ ഒരു വേസ്റ്റുകളൊക്കെ പണ്ട് കൈകാര്യം ചെയ്തത് മാത്രമല്ല ഇപ്പൊ മോഡറൈസ്ഡ് ആയി അല്ലെ. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മെഷീനായിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ പല കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടത്. മെഷീന്റെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു രീതികളിൽ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പുതിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ഇപ്പോഴുള്ള കാലഘട്ടത്തിലൊക്കെ തയ്യാറാക്കണം. അതായത് അപ്ഡേഷൻ അല്ലെ നമ്മൾ വരുത്തുക എന്നുള്ളതാണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൺഗോയിങ് എഡ്യൂക്കേഷൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി continuous and modernized to reflect the change in the procedures, regulations and best practices. അതായത് പുതിയ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് അതിന്റെ പ്രാക്ടീസുകളൊക്കെ ബെസ്റ്റ് പുതിയ പുതിയ പ്രാക്ടീസുകളൊക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുവാനാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ഡൗട്ടുകളൊക്കെ ചെറുതായിട്ട് കാണുമല്ലോ. ഞാൻ സ്പീഡിലാണ് വിട്ടത്. എന്തായാലും ജസ്റ്റ് വായിച്ചു നോക്കാം. ലാസ്റ്റ് പാരഗ്രാഫും ഞാൻ അപ്പോൾ നമ്മോട് പറയാം. ഓക്കെ, വായിച്ചു നോക്കാം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റയിരിക്കുന്നു വായിച്ചു വിടണ്ടാന്ന് ഓർത്തിട്ടാണ്. ജസ്റ്റ് അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ വായിച്ചു വരിക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? Continuous and modernized to reflect the change in procedures, regulations and best practices. അതായത് നമുക്കറിയാം ചില നിയമ നടപടികളൊക്കെ ഉണ്ട് അല്ലെ. എൻവയറൺമെന്റിന്റെ ഭാഗത്ത് നമുക്കറിയാം ആ ഒരു വകുപ്പ് ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ ചിലപ്പോ പുതിയ പുതിയ നിയമങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു നിയമങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അതിന്റെയൊക്കെ നിയമങ്ങൾ ഗൈഡ് ലൈൻ. ആ ഗൈഡ് ലൈനിൽ പറയുന്ന സുരക്ഷകളെല്ലാം അവിടെയുള്ള വർക്കേഴ്സിന്റെ സുരക്ഷകൾ പറയുന്നുണ്ട്. പേഷ്യൻസിന്റെ സുരക്ഷാ നിയമ നടപടികളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോ വർഷം വരുമ്പോഴും പുതിയ പുതിയ ചേഞ്ചസ് വരും. അപ്പൊ ആ ചേഞ്ചസ് എല്ലാം അപ്ഡേഷൻ ആയിട്ട് മാനേജ്മെന്റ് തലത്തിലുള്ളവരെ അറിഞ്ഞിരിക്കും. കാരണം അതെല്ലാം മസ്റ്റായിട്ട് ഹോസ്പിറ്റലും ഫോളോ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞ മാതിരി തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ പുതിയ പുതിയ അതിനും നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. ഗ്രീൻ കെമിസ്ട്രി, ബയോ റെമഡിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ. അപ്പൊ അതും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൻ്റെതാണ്. അപ്പൊ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ് ഇപ്പൊ അപ്ഡേഷൻ വരുത്തി ഹോസ്പിറ്റലുകാരത് ക്യാച്ച് ചെയ്യാൻ അല്ലെ അത് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യും. അതാണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. പുതിയത് എന്താണോ, പുതിയ റെഗുലേഷൻസ് എന്താണോ അത് ഫോളോ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാരെ തയ്യാറാകണം എന്നുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി കുട്ടി വിശ്വാസംസകളൊക്കെ നൽകുകയാണ്. താങ്ക് യു.